ഹലോ. അപ്പൊ നമ്മൾ വടകരയിൽ താമസിച്ച റൂമിന്റെ പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാണ്. അപ്പോഴാണ് അവൻ എന്തോ സ്വിച്ചുമ്മ കളിച്ചപ്പോ ഞാൻ സോറി, ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോ അവൻ മിനി ഡോർ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഡോറിന്റെ മുന്നിൽ പോയിരുന്നിട്ട് അവൻ തന്നെ കരഞ്ഞിട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കണം ഞങ്ങൾ ആരെങ്കിലും അവനെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ടോന്ന്. പക്ഷെ ഞങ്ങൾ ആരും അവനെ മൈൻഡ് ചെയ്തില്ല എന്ന് തോന്നിയപ്പോ മെല്ലെ ആശാൻ കരച്ചിലൊക്കെ മാറ്റി നിന്നോട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ അവിടുന്ന് നേരെ നമ്മളൊരു ബീച്ചിലോട്ടാണ് പോയത്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിച്ച റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. മുഴുപ്പിലങ്ങാടി ബീച്ചിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഇവിടെ വരാന്ന് വിചാരിച്ചു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് സാൻഡ് ബാങ്ക് ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാലത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബീച്ചിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി ബീച്ചാണ്. കറക്റ്റായിട്ട് ഇറങ്ങേണ്ട പ്ലേസിലെല്ലാം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. വേറൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കടലിൻ്റെ നടുവ് കൂടെ കാണില്ലേ, ആ ഒരു കരിങ്കല്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാത പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കടലിൻ്റെ നടുവ് കൂടെ നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇപ്പോൾ അത് അടച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ക്ലോസ്ഡ് എന്നാണ് കേട്ടോ. ഇത് എപ്പോഴാണ് തുറക്കണമെന്ന് നമുക്കറിയില്ല. ഇതുപോലത്തെ ഒരു പാലം പോലെ പണിതിട്ടുള്ള, പാലമല്ല, ഇങ്ങനെ ഒരു പാത പോലെ പണിതിട്ടുള്ള തൃശ്ശൂരുണ്ട് കേട്ടോ. മുനമ്പം ബീച്ചാന്ന് തോന്നുന്നു. ഇതുപോലെ ഇങ്ങനെ പണിതിട്ട് ശരിക്കും പുലിമുട്ട് എന്ന് അത്ര പറയാ ഇങ്ങനെ കെട്ടുന്ന. ഒരു പ്രാവശ്യം ആ ബീച്ചിൽ പോയപ്പോൾ ഞങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ അറ്റം വരെ പോയിട്ട് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. ശരിക്കും നല്ല രസമാണ് കേട്ടോ അത് നടന്ന അവിടെ വരെ പോയിട്ട് വരുമ്പോൾ. പിന്നെ അപ്പോൾ ഞാൻ ആ വഴി പോയിട്ട് നോക്കുമ്പോഴാണ് ഇവിടെ ഈ പാറക്കല്ലിൻ്റെ മുകളിലൊക്കെ നിറയെ ഫുള്ള് ക്രാബ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ തിരമാല അങ്ങനെ വന്ന് അടിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ വന്ന് പറ്റി പിടിച്ച് ചേർന്ന് നിൽക്കുന്നതാന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ക്രാബുകളുണ്ട് കേട്ടോ. പിന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേറെ അങ്ങനെ ആരും ഇല്ല, ആകെ ഞങ്ങൾ മാത്രം തന്നെയുള്ളൂ. ഒരു കാമൻ ക്വൈറ്റ് എന്ന് പറയാമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഈ ഇറങ്ങിയിട്ട് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കച്ചറകളും ഇല്ല കേട്ടോ. ഫുൾ നീറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കാലത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് കാലത്ത് വരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ തിരക്കില്ലാത്തത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഇന്നലെ അവർക്ക് മുഴുപ്പിലങ്ങാടി ബീച്ചിൽ ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകുമെന്നൊക്കെ ഇന്നലെ ഹംബിൾ റിക്വസ്റ്റിൻ്റെ അനുസരിച്ച് ആണ് കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ പ്ലാനിൽ വ്യത്യാസം വരുത്തിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി, കുറച്ച് നേരം നമുക്ക് ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ അടുത്ത് തന്നെ, അതായത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ബീച്ചുണ്ട് എന്ന് അറിയാൻ പറ്റും. അതായത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം എന്നാൽ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം പിള്ളേരെ സന്തോഷമല്ലേ നമുക്ക് എപ്പോഴും വലുത്. അപ്പോൾ കുട്ടികൾ കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ബീച്ചിലോട്ടുള്ള പ്ലാൻ ട്വിസ്റ്റ് ചെയ്തത്. അപ്പോൾ അവർക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. രണ്ടാളും ഡ്രസ്സൊക്കെ ഊരി വെച്ച് കളി തുടങ്ങി. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും സ്പെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ അവർ നന്നായി കളിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. പണ്ട് ധ്രുപദിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ വെള്ളത്തിലിറങ്ങാൻ. അവൻ നല്ല കരച്ചിലായിരുന്നു വെള്ളത്തിലിറങ്ങുമ്പോൾ, അതായത് കടലിലിറങ്ങുമ്പോൾ. കാരണം എന്താ പറയുക, തിരിച്ച് തിരമാല ഇറങ്ങി പോകുമ്പോൾ കാലിങ്ങനെ കുഴിയിൽ വീണ പോലെ ആവുമല്ലോ. അപ്പോൾ അതവന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് കാല് വെപ്പിച്ച് അങ്ങനെ തിരമാല തട്ടുമ്പോൾ ഞങ്ങൾ വീഴില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ അവൻ്റെ പേടി മാറിയത്. ഇപ്പോൾ പക്ഷേ ഒരു പേടിയുമില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് വീണ എന്താ ഇവള് ഈ മണലിൽ എഴുതണേന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട് പിള്ളേർ. അപ്പോൾ ധ്രുപദാണെങ്കിൽ അപ്പുറത്ത് എഴുതി വെച്ചിരുന്നത് ബീച്ചമ്മ എന്നൊക്കെ എഴുതി കണ്ടിട്ടോ ധ്രുപദ്. അപ്പോൾ നോക്കുമ്പോഴേ വീണ ഇവിടെ എന്താ ചെയ്യണേന്ന് ഞാൻ നോക്കണേ. അപ്പോൾ നോക്കുമ്പോൾ അവൾ കോലം വരയ്ക്കുന്നത്, എന്തായാലും കാലത്തെ വന്നതല്ലേ, എന്നാൽ പിന്നെ കടലിലൊരു കോലം വരയ്ക്കാമെന്ന് വിചാരിച്ചു ഇത്രേ അവള്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ കല്ലിട്ടിട്ട് അങ്ങോട്ട് റൗണ്ടായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പുറത്തെ ബീച്ചിലോട്ട് പോകാനുള്ള വഴിയാന്ന് ചോദിച്ചാൽ ആ കല്ലുമ്മ അങ്ങോട്ട് നടന്നു പോയി. പക്ഷേ അവിടേക്ക് പോകാനുള്ള വഴിയല്ല കേട്ടോ അത്. പിന്നെ പെട്ടെന്ന് സ്ലിപ്പാവും കല്ല്. എന്താ പറയുക, നല്ല വഴുക്കലുണ്ട്. അപ്പോൾ സ്ലിപ്പായ കാലിൻ്റെ പണി കഴിയും. അപ്പം നമ്മൾ അവിടുന്ന് തിരിച്ചു പോരാൻ പോവാണ് കേട്ടോ.
അപ്പൊ വീണ ദിച്ചുവിനെയും കൊണ്ടിട്ട് എടുത്തിട്ട് അവൻ അവിടുന്ന് എടുക്കാൻ സമ്മതിക്കാണ്ട് അവനെ നിർബന്ധിച്ച് എടുപ്പിച്ച് പോവാണ് ട്ടോ. അപ്പൊ എനിക്ക് പോണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കരയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഈ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് അകത്തോട്ട് പ്രവേശനമല്ലേ 9 മണിക്ക് ശേഷം കേട്ടോ അകത്ത് കയറുള്ളൂ. അത് നിങ്ങൾ ആ ഇരിക്കണ ഒരു സീറ്റിങ്ങിന്റെ ഇത് കണ്ടു. അതുകൊണ്ട് പണ്ടത്തെ ഉരലില്ലേ, സാധനങ്ങളൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ ഉരല്, അതാണ് കേട്ടോ അത്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ പാർക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അവിടെ ചേച്ചിമാരെ അവിടെ ക്ലീൻ ചെയ്യണമൊക്കെ ഉണ്ട്. കാലത്ത് 9 മണിക്ക് ആണ് പാർക്ക് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് ചെന്ന് കുളിച്ച് റെഡിയായി ലോകനാർക്കാവിലൊന്ന് പോയി തൊഴുത് അങ്ങനെ നേരെ ഞങ്ങൾ കല്യാണത്തിന് പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നും പറഞ്ഞ പോലെ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.